രണ്ട് ആധുനിക കറുത്ത വർഗ്ഗക്കാർ ടൈം ട്രാവൽ ചെയ്ത് ഭൂതകാലത്തെത്തുകയും ഒരു അടിമക്കച്ചവടക്കാരുടെ മാർക്കറ്റിൽ വിൽപ്പനയ്ക്കായി നിർത്തപ്പെടുകയും ചെയ്തു. അവരുടെ 21ാം നൂറ്റാണ്ടിലെ അടിവസ്ത്രങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധ ആകർഷിക്കുന്നതായിരുന്നു. ഇതൊരു സിനിമാ സെറ്റാണെന്ന് കരുതി അവർ ക്യാമറകൾ എവിടെയാണെന്ന് അടിമക്കച്ചവടക്കാരനോട് ചോദിച്ചു. അതിന് മറുപടിയായി അവർക്കൊരു അടിയാണ് കിട്ടിയത്. വെളുത്ത തോട്ട ഉടമകൾ വന്ന് അവരെ പരിശോധിക്കുകയും സ്പർശിക്കുകയും ചെയ്തു. അവരുടെ മൃദുലമായ ചർമ്മം കണ്ടാൽ അവർ കഠിനാധ്വാനത്തിന് പറ്റിയവരല്ലെന്ന് വ്യക്തമായിരുന്നു. മറ്റ് അടിമകളെല്ലാം വിറ്റഴിഞ്ഞു. ഈ രണ്ടുപേർ മാത്രം ബാക്കിയായി. അവരെ ഒഴിവാക്കാനായി അയാൾ വില കുറച്ചു. ഒരാളുടെ വിലയ്ക്ക് രണ്ടുപേരെയും വാഗ്ദാനം ചെയ്തു. എന്നിട്ടും അത്രയും കുറഞ്ഞ വിലയ്ക്ക് പോലും ഒരു തോട്ടമുടമയും അവരെ വാങ്ങാൻ തയ്യാറായില്ല. ദേഷ്യം വന്ന അടിമക്കച്ചവടക്കാരൻ തന്റെ ആളുകളോട് അവരെ അവിടെ വെച്ച് തന്നെ വധിക്കാൻ ഉത്തരവിട്ടു. ഭയന്ന് ആ രണ്ടുപേരും മസിലും മുറുക്കി സ്വയം പ്രശംസിച്ച് സംസാരിക്കാൻ തുടങ്ങി. ദയയുള്ള ഒരു തോട്ടമുടമയ്ക്ക് ദയ തോന്നി. $2 അവരെ വാങ്ങി. മൈക്കിനെ വയലുകളിൽ ജോലി ചെയ്യാനായി അയച്ചു. ടോമിനെ അടുക്കളയിൽ നിയമിച്ചു. തങ്ങൾ ഒരു നിയമവും ലംഘിച്ചിട്ടില്ലെന്നും പിന്നെന്തിനാണ് തങ്ങളെ തടവിലാക്കുന്നതെന്നും ടോം ചോദിച്ചു. ഫാമിലെ കറുത്തവർഗ്ഗക്കാരോട് ഏറ്റവും വിവേചനം കാണിച്ചിരുന്നയാളായിരുന്നു സൂപ്പർവൈസർ. അയാൾ മൈക്കിനെ കരിമ്പു വെട്ടാൻ നിർബന്ധിച്ചു. എന്നാൽ ആധുനിക ജീവിതത്തിൽ ആർഭാടത്തോടെ വളർന്ന മൈക്കിന് കൃഷി എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ജോലിയിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ അയാൾ എല്ലാ അടവുകളും പയറ്റി. സൂപ്പർവൈസറുടെ മുന്നിൽ പരിക്കേറ്റെന്ന് അഭിനയിക്കുക പോലും ചെയ്തു. പക്ഷേ സൂപ്പർവൈസർ അതൊന്നും കാര്യമാക്കിയില്ല. അയാൾ മരിച്ചിട്ടില്ലാത്ത കാലത്തോളം ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. സൂപ്പർവൈസർ ഒരു റേസിസ്റ്റ് ആണെന്ന് മൈക്ക് വാദിച്ചു. ആ വാദം 21ാം നൂറ്റാണ്ടിൽ ഫലപ്രദമായിരുന്നു. പക്ഷെ ഇവിടെ അതൊരു തമാശയായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഏത് വെളുത്ത മനുഷ്യനാണ് കറുത്തവരെ വെറുക്കാത്തത് എന്ന് പറഞ്ഞ് സൂപ്പർവൈസർ ചിരിച്ചു. അന്ന് ആഴ്ചയിലെ ഉപദേശ ദിവസമായിരുന്നു. അത് അടിസ്ഥാനപരമായി ഈ കറുത്ത അടിമകളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതിനുള്ളതായിരുന്നു. ടോം പുരോഹിതനോടൊരു ചോദ്യം ചോദിച്ചു. ദൈവഹിതമനുസരിച്ച് കറുത്തവർഗ്ഗക്കാരും വെളുത്തവർഗ്ഗക്കാരും തുല്യരായിരിക്കേണ്ടതല്ലേ? ആ ചോദ്യം അവിടെയുണ്ടായിരുന്ന എല്ലാ അടിമകളിലും ഒരു മാറ്റമുണ്ടാക്കി. ദേഷ്യപ്പെട്ട പുരോഹിതൻ ബൈബിൾ തുറന്ന് കറുത്തവർഗ്ഗക്കാർ വെളുത്തവർഗ്ഗക്കാരെ അനുസരിക്കണമെന്ന് തെറ്റായി അവകാശപ്പെട്ടു. ടോം അതിലേക്ക് നോക്കി. അതിൽ അങ്ങനെയല്ല പറയുന്നത് എന്ന് പറഞ്ഞു. ഈ ടോമിന് ഇത്രയും അറിവുണ്ടാവുമെന്ന് പുരോഹിതൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അത് പുരോഹിതന്റെ വായ അടപ്പിച്ചു.